ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് 3 പെറുക്കിട്ട് ചക്ക കിട്ടിയിട്ടുണ്ട്. ഈ ചക്കേനെ നമുക്കൊന്ന് വറുത്ത് കോരണം കേട്ടോ. നമ്മുടെ ഈ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കയുടെ സീസണൊക്കെ ഏകദേശം അവസാനിക്കാറായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്ന 3 ചക്ക കേട്ടോ. ചക്ക ഏകദേശം എന്താ പറയുക, ഒരു വർക്കത്തില്ലാത്ത ചക്ക എന്നൊക്കെ പറയാം കേട്ടോ. കാരണം 3 കുഞ്ഞുതുങ്ങളാണ് കേട്ടോ. അധികം ചുളകളൊന്നും കാണുകയില്ല. കാരണം എനിക്ക് ഒറ്റ കൈ കൊണ്ട് എടുത്ത് പൊക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ചക്ക വെട്ടാൻ തുടങ്ങാം കേട്ടോ. ചക്ക വെട്ടിയാൽ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ ഗൈസ്, മുളഞ്ഞീന്. എൻ്റെ കയ്യിൽ മൊത്തം മുളഞ്ഞീനായി. പല രീതിയിലും പല ആൾക്കാരും പലതും ഇതിനെ പറയും, അരക്കെന്ന് പറയും. അപ്പോൾ നമുക്കിനി അടുത്ത വലിയ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോടാലി വെച്ച് നമുക്കൊന്ന് മുറിക്കണം. കോടാലി എടുത്ത് എനിക്ക് ചക്ക മുറിക്കാൻ സത്യത്തിൽ എനിക്കറിയത്തില്ല. ഞാൻ മുറിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോടെ ആയിരിക്കില്ല കേട്ടോ കോടാലി കയറി പോകുന്നത്. വേണമെങ്കിൽ ചക്കയുടെ ഏറ്റവും അരികത്തോടെ ഇങ്ങനെ കോടാലി കടന്നു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ കുറച്ച് ചോളകളൊക്കെ പോകും കേട്ടോ. എന്നെ ചക്ക വെട്ടാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചോളകളൊക്കെ കുറേ നഷ്ടങ്ങളാട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ ചക്ക വളരെ കഷ്ടപ്പെട്ട് വളരെ നീറ്റായിട്ട് ഞാൻ വെട്ടി കേട്ടോ. അതെങ്ങനെയാണ് വന്നേക്കണേന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഭയങ്കര സെറ്റപ്പായിട്ട് നടുക്കോടെ തന്നെ വന്നു കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ വരമ്പിട്ട് കോടാലിയും കൊണ്ട് തന്നെ വരം വിട്ടിട്ട് നടുക്കോടെ തന്നെ വെട്ടി മുറിച്ച് മാറ്റിയെടുക്കും കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള, ഞാൻ അത്രയ്ക്കും വലിയ കഴിവുള്ള ആളൊന്നുമല്ല. പിന്നെ ഞാൻ എൻ്റെ മഹേന്ദ്ര ബാഹുബലി എന്ന് പറഞ്ഞ പോലെ ഞാൻ വലിച്ച് കീറി ഒരു കഷ്ണം എടുത്ത് തിന്ന് നോക്കി. ഇപ്പം ഗൈസ് അത് ഒരു കട്ടിയുള്ള ചുളയാണ് താനും. പക്ഷേ അതിനൊരു പഴുക്ക ചൊവയുണ്ട് കേട്ടോ ഗൈസ്. എന്ന് വെച്ചാൽ പഴുത്തതാണ് കുറച്ചൊക്കെ കേട്ടോ. അപ്പോൾ ഈ പഴുത്തത് കൊണ്ട് ഞാൻ വേറൊരു റെസിപ്പി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഇവിടെയൊക്കെ മാത്രം കണ്ടുവരുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മളെ ചക്ക എന്നാണെങ്കിലും കളയാൻ പറ്റുമോ? കാരണം ചക്കയുടെ സീസണൊക്കെ ഏകദേശം അവസാനിക്കാറായില്ലേ. പഴഞ്ചക്കയും പച്ചച്ചക്കയും അതുപോലെ തന്നെ എന്താ മീഡിയം പഴുത്ത ചക്കയൊക്കെ വെച്ച് നമുക്ക് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോന്നായിട്ട് റെസിപ്പി, ഇതിൻ്റെ അടുത്തതിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ ഞങ്ങൾ അരിയൻ ചക്ക എന്നാണ് പറയുന്നത്. പകുതി പഴുത്ത ചക്ക, പകുതി പഴുത്തല്ല, ചെറിയ പുളിപ്പുള്ള ചക്ക, കട്ടിയുള്ള ചുളയായിരിക്കണം കേട്ടോ. അത് വെച്ചാണ് നമ്മളിവിടെ അരിയൻ ചക്ക വേവിക്കുന്നത് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക വെട്ടിയപ്പം അതിനി ചെറിയ കഷ്ണങ്ങളായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചാൽ നമുക്കിങ്ങനെ കീറി എന്താ പറയുക, കോടാലി വെച്ച് തന്നെ വെട്ടി കീറിയിട്ട് കത്തി വെച്ച് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം വെട്ടിയതിനകത്ത് നിന്ന് രണ്ടാമത് വെട്ടിയ ചക്ക മാത്രമായിട്ട് നമുക്ക് വറക്കാൻ പറ്റിയ ഒരു ഇത് വരുന്നുള്ളൂ. മൂന്നാമത് വെട്ടിയ ചക്കയെ നമ്മുടെ തടിയൻ ചോളയാകട്ടോ. നമുക്ക് പച്ചക്കൊക്കെ തിന്നുന്നതിന് കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഓവർ പഴുത്ത ചക്കയല്ല കേട്ടോ അരിയൻ ചക്ക ഉണ്ടാക്കുന്നത്. നമുക്ക് ചെറിയ പഴുത്തതായിരിക്കണം. ചെറിയ പഴുത്തല്ല, ചെറിയൊരു പുളിപ്പ് ചൊവയും വേണം. പിന്നെ നല്ല കട്ടിയൊക്കെ വേണം കേട്ടോ ചുളയ്ക്ക്. എന്നാലും നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കുഴയുള്ളൂ. അങ്ങനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് ഞാൻ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. രണ്ടാമത് വെട്ടി ചക്ക മാത്രം ഇച്ചിരി കട്ടിയുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ മനസ്സിലായി ഏകദേശം അതും കൊണ്ട് നമുക്ക് ചക്ക വറക്കാൻ ഒക്കിയല്ലേലും ഞാൻ പറഞ്ഞു ഞാനതുകൊണ്ട് വറക്കും. ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയെല്ലാം വെട്ടി സെറ്റാക്കി മുറത്തിലൊക്കെ ആക്കി നമ്മളതൊന്ന് ശരിയാക്കാൻ പോകാം കേട്ടോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ അരിയൻ ചക്കയുടെ അരി കണ്ട ഞാൻ പറഞ്ഞത് ഇത്രയും കട്ടിയുള്ള ചുളയായിരിക്കണം കേട്ടോ അരിയൻ ചക്കയ്ക്ക്. അങ്ങനെ നമ്മൾ വറക്കാനുള്ള ചക്ക ചെറുതായിട്ട് ഇങ്ങനെ കീറി എടുത്ത് കേട്ടോ. കീറി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കത്തിയും കൊണ്ട് കീറി എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ, ഒരുപാട് കട്ടിയില്ലാതെ നമുക്ക് എല്ലാം ഏകദേശം ഒരുപോലെ വരണം കേട്ടോ. അല്ലെങ്കിൽ മൂക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. അങ്ങനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി തടിയൊക്കെ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള സ്ഥലത്തു നിന്നൊക്കെ ഞാൻ ചെത്തി കളഞ്ഞു കേട്ടോ. എന്നിട്ട് അവരെ ഒരേ ലെവലാക്കി ഒന്ന് എടുത്തേ കണ്ടോ. ഏകദേശം ഈ ഒരു ഷേപ്പിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. ചിലതിന് ഒട്ടും കട്ടിയില്ലാത്തൊക്കെ സ്ഥലങ്ങൾ കാണും, ചിലതിന് നല്ല കട്ടിയുള്ളതൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടോ ഒറ്റ മുറമുണ്ട് ചക്ക നമ്മൾ സെറ്റാക്കി വെച്ചു. നമ്മൾ ഒരു ചക്കയിലുള്ള ചക്കയെന്ന് പറഞ്ഞാലും ചില ചക്കയ്ക്ക് നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കട്ടി കൂടുതലുള്ളതൊക്കെ എൻ്റെ കരിയൊക്കെ ചെത്തിപ്പെറുക്കിയൊക്കെ ഉണ്ട്. ഏകദേശം ഇത് ഈ ഒരു നല്ലൊരു ഷേപ്പിൽ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഷേപ്പാക്കി നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തത് ചക്ക വറക്കാനായിട്ട് നമുക്ക് ചട്ടി അടപ്പത്തേക്ക് വെക്കാം കേട്ടോ. കട്ടിയുള്ള ചട്ടിയൊക്കെ നമ്മൾ അടപ്പത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ തീയൊക്കെ കയറാതൊക്കെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ എനിക്ക് എളുപ്പം ഈ ഒരു ചട്ടി ആയതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഈ ചട്ടി ഉപയോഗിക്കുന്നത്. നല്ലപോലെ നമ്മൾ തീ കത്തിക്കണം കേട്ടോ. തീ കത്തിച്ച് നല്ലപോലെ എണ്ണ തിളച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ ചക്ക അതിനകത്തേക്ക് പെറുക്കി ഇടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചക്ക കല്ലിച്ച് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പാം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ. തീ നല്ല തീ കേട്ടോ. നല്ലപോലെ എണ്ണ നല്ലപോലെ തിളച്ച് ചൂടായി അടിപൊളിയായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയും എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ എടുത്ത് വെക്കേണ്ട ഒരു സാധനമാട്ടോ, ഞങ്ങൾ മഞ്ഞപ്പൊടി കെട്ടി ഞാനിങ്ങനെ ചെറിയൊരു തുണിക്കകത്ത് കെട്ടി ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. കാരണം നമ്മളിപ്പം അല്ലെങ്കിൽ നമ്മൾ പൊടി ഇങ്ങനെ കരിഞ്ഞു പോകുമെന്ന് പറയല്ലേ എണ്ണയ്ക്കകത്തിടുമ്പം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചക്കയിനെ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ 2-3 ട്രിപ്പായിട്ട് എന്ന് വെച്ചാൽ എണ്ണയൊക്കെ അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ നമ്മൾ ചക്ക ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ ഇതുപോലെ നല്ലപോലെ തിളച്ച് മറിയണം കേട്ടോ. നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ നല്ല അടിപൊളിയായിട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു എണ്ണ നോക്കി വേണം കേട്ടോ ഇടാനായിട്ട്. അല്ലെങ്കിൽ എണ്ണക്കകത്ത് മുങ്ങി കിടന്നില്ലെങ്കിൽ ചില ചക്കകൾ എന്താ പറയുക നൂറച്ച് പോകുന്നൊക്കെ പറയുകയല്ലേ, അതുപോലെ. അതിനുശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ട സംഭവം എന്നാന്ന് വെച്ചാൽ ഈ ചക്കയ്ക്ക് കളർ വേണ്ടേ. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ കിഴിക്കിട്ടുകൾ ഇട്ട് കൊടുക്കാം. പക്ഷേ അന്നേരം അത് കരിഞ്ഞൊന്നും പോകില്ല കേട്ടോ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് തീ നല്ലപോലെ അങ്ങ് കുറച്ചിടണം. നല്ലപോലെ എന്ന് വെച്ചാൽ തീ ഉണ്ടാവാനേ പാടില്ല കേട്ടോ. അതിൻ്റെ അടിയിലെ ചെറിയ തീയുമായിരിക്കണം. അതുപോലെ തന്നെ എന്നാൽ ഇട്ട് തിളയ്ക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ
അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടോ തീയുടെ തിള അങ്ങോട്ട് ഏകദേശം കുറേ അങ്ങ് കുറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ തിളയ്ക്കാവുള്ളൂ. അങ്ങനെ പയ്യെ 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 ഇരുന്ന് അത് നല്ലപോലെ കിടന്ന് ഉണങ്ങണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കിലുകിലി ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ കിലുകിലി ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഉപ്പൊഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഉപ്പൊഴിച്ച് കൊടുക്കുമ്പോൾ നല്ലപോലെ കിടന്ന് തിളച്ച് ഈ സംഭവം പൊങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. പേടിക്കൊന്നും വേണ്ട, തീയൊന്നും കയറിയില്ല. ഉപ്പൊഴിക്കുമ്പോൾ ഉള്ള എഫക്റ്റാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നല്ലപോലെ ഇളക്കി ആ ഉപ്പിൻ്റെ വെള്ളവും പറ്റി അതുപോലെ തന്നെ ഇളക്കി മറിക്കണം കേട്ടോ. എന്നാലേ എല്ലാ ചക്കയ്ക്കും ഉപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇളക്കി മറിച്ച് ഫൈനലി നമ്മുടെ ചക്ക വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചക്ക വറുത്തത്. അപ്പോൾ നമുക്കിത് നല്ല കിലുകിലുകിലി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല കിലുകിലി ശബ്ദമായിട്ടിരിക്കും. അപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഞാനും നിങ്ങളെ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് നല്ല ഒരു എന്താ പറയുക കിലുകിലി ശബ്ദം കേൾക്കാം കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.